ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. എല്ലാം വേസ്റ്റ് മെറ്റീരിയലാണ്. മെറ്റീരിയൽ നമ്മൾ എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി കൊടുക്കുക. എല്ലാം വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരിക്കും നമുക്ക് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ തുണിയൊക്കെ ചെറിയ പീസാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതുപോലെയുള്ള ഒരു ക്ലോത്ത് എടുക്കുക കേട്ടോ. ഒരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റും അതേപോലെ വിഡ്ത്താണെങ്കിൽ ഒരു 35 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ എടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് മടക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുൾ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്യുക. ഒരു കവർ പോലെ അങ്ങ് ആക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു ക്ലോത്ത് പീസസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ പീസാക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. നമ്മൾ വലിയ വലിയ തുണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സോഫ്റ്റായിട്ട് ഒരിക്കലും നിൽക്കത്തില്ല. നമുക്ക് തുണി എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും നല്ലത്, അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പില്ലോ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിതിൻ്റെ അവസാനം സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇത് നമുക്കൊരു പില്ലയായിട്ട് കിട്ടി. ഇനി നമുക്ക് ഇതിനൊരു കവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഏത് തരം ക്ലോത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് സ്പോഞ്ച് ബോബിൻ്റെ ക്ലോത്താണ്. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് ഈ കവർ ഉണ്ടാക്കുന്നത് എന്നുകൂടി ഞാൻ കാണിക്കാം. ഓക്കെ. ഈ കവർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. നമ്മളാദ്യം ആ പില്ലോ ഒന്ന് മെഷർമെൻറ്റ് ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം കവർ ഉണ്ടാക്കാൻ. ഓക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഈ ക്ലോത്തും കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ക്ലോത്തിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എൻഡ് വശമുണ്ട്, അതിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിതിനകത്ത് റോപ്പ് ഇട്ട് കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ എൻഡ് വശം രണ്ട് സൈഡും ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു അകത്ത് റോപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി മറ്റേ സൈഡും ചെയ്യുക ഇതേപോലെ. ഈ സംഭവമാണ് ഇതിനകത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ അടുത്ത സൈഡും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു കവറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഈ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷുവറായിട്ടും കമൻ്റായിട്ടിടണേ. പിന്നെ അതുകൂടാതെ
നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽ ടൈലറിങ് ഷോപ്പിൽ നിന്ന് കിട്ടും. പറ്റുവാണെങ്കിൽ അവിടെ പോയി എല്ലാം കളക്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നമുക്ക് കവറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പില്ലോ ഈ കവറിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ആ കാര്യം കൂടി ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 റോപ്പ് വേണം. സെയിം ക്ലോത്ത് തന്നെ എടുക്കുക, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ നീളത്തിലങ്ങ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊരു റോപ്പാക്കി മാറ്റാം. ഇവിടെ റോപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു പില്ലോ ഈ കവറിനകത്ത് ഇട്ട് കൊടുക്കാം. കവർ ഇടുമ്പോൾ കുറച്ച് ലൂസൊക്കെ പോലെ തോന്നും, പക്ഷേ റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ടൈറ്റായി നിന്നോളും. ഇനി ഈ റോപ്പിനകത്തൊരു സേഫ്റ്റി പിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഞാനിവിടെ കാണിക്കാം. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റോപ്പ് ഇട്ട് കൊടുത്തു, ഈ ഒരു ഷേപ്പ് കിട്ടി കേട്ടോ. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫില്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്ത് നോക്കുക. ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഒന്നും ആവത്തില്ല. പക്ഷേ ഞാനിത് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ.